ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. ഇപ്പൊ LPSC എക്സാം കഴിഞ്ഞു. പലർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റിയില്ല, ആ ഒരു വിഷമത്തിലിരിക്കുന്ന കുറേ പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു അവസരം വന്നിട്ടുണ്ട്. LPSCയുടെ NCA നോട്ടിഫിക്കേഷൻ 2 കാറ്റഗറി നമ്പറിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 272/2024, അതുപോലെ തന്നെ 273/2024. അങ്ങനെ 2 കാറ്റഗറി നമ്പറിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 4-ാം തീയതിയാണ്. അപ്പൊ നമുക്കറിയാം, നോർമൽ ജനറൽ നോട്ടിഫിക്കേഷൻ പോലെ തന്നെയാണ് ക്വാളിഫിക്കേഷൻ ഒക്കെ വരുന്നത്. DLED ക്വാളിഫൈഡ് ആയിട്ടുള്ളവര്, അതുപോലെ തന്നെ K1 കാറ്റഗറി 1 കേട്ടറ്റ് കാറ്റഗറി 1 പാസ്സായവർ, അല്ലെങ്കിൽ അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ, അവർക്കാണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ NCA നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം, ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അത് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പലരും ഈ LPSCയുടെ NCA നോട്ടിഫിക്കേഷൻ, LPSCയുടെ എന്ന് മാത്രമല്ല എല്ലാ പോസ്റ്റുകളിലെയും NCA നോട്ടിഫിക്കേഷൻ പലരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഒരു ഇതും കൂടിയാണ്. കാരണം ജനറൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാറുമുണ്ട്. പക്ഷെ NCA നോട്ടിഫിക്കേഷൻ പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ LPSC എക്സാം കഴിഞ്ഞു, വേണ്ടത്ര നന്നായി നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള ഒരു അവസരമാണ് നമ്മുടെ NCA നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സിലബസ് എല്ലാം സെയിം ആണ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എല്ലാം സെയിം ആണ്. നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്തവരുണ്ടാവും, കുറെ ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും. അപ്പം നിങ്ങൾ ഒന്നുകൂടെ നന്നായി ശ്രമിക്കുകയാണെങ്കിൽ ഈ LPSC നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ കണ്ടു. UPക്ക് LPനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. LPSCക്ക് മാത്സ് ഒക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ് ഒക്കെ മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു എക്സാം തന്നെ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്കറിയാം, സിലബസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സൈക്കോളജി, പെഡഗോഗി നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ സയൻസ്, GK, പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കണം എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സയൻസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. സയൻസിനും അതുപോലെ സൈക്കോളജിയൊക്കെ നമുക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ കൂടിയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, റിവിഷൻ ചെയ്ത് എക്സാമുകൾ എഴുതി അങ്ങനെ നമ്മൾ ശീലിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ പരിശീലിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം, 1.5 മണിക്കൂറാണ് നമുക്കുള്ള സമയം. ആ സമയത്തിനകത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് തീർക്കണം. മാക്സിമം നെഗറ്റീവുകൾ വരാൻ പാടില്ല. നമുക്ക് അത്രയും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴാണ് നമുക്ക് ഈ നെഗറ്റീവ് മാർക്ക് വരുന്നത്? എപ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് ആ ആൻസർ ആണോ, ഇതാണോ, ഓപ്ഷൻ A ആണോ B ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്താണ് നമ്മൾ അവിടെ എന്താണ് തെറ്റായ ആൻസർ ബബിൾ ചെയ്യുകയും നമ്മൾ നെഗറ്റീവ് മാർക്കിലോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ വിട്ടുകളയ തന്നെ വേണം. പക്ഷെ പലതും നമ്മൾ കൺഫ്യൂഷൻ കൊണ്ടാണ് തെറ്റിക്കുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി പഠിക്കണം. നമ്മൾ ഒരു തവണ പഠിച്ചതുകൊണ്ടോ 2 തവണ പഠിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് മെമ്മറിയിൽ നിന്നോളണം എന്നില്ല. കാരണം ഒരുപാട് കണ്ടന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്, ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സബ്ജക്ട്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചാൽ മാത്രം പോരാ, അത് റിപ്പീറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആവർത്തിച്ച് പഠിക്കുമ്പോൾ മാത്രമേ നമുക്കത് മെമ്മറിയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ LPSCക്കാരെ സംബന്ധിച്ചിടത്തോളം പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് മാത്സ് എന്ന് പറയുന്നത്. നമുക്ക് പറയുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് മെനക്കെട്ടിരുന്നാൽ നമുക്ക് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പലരും മാത്സ് എന്ന് പറയുമ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, എന്നെ കൊണ്ട് പറ്റില്ല, ആ ഒരു രീതിയിലാണ് ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ആ ഒരു അപ്രോച്ച് കൊണ്ട് തന്നെയാണ് നമുക്ക് പലർക്കും നല്ല രീതിയിൽ അത് പഠിച്ചെടുക്കാൻ പറ്റാതെ വരുന്നത്. മാത്സ് ഇപ്രാവശ്യം LPSCക്ക് വന്നപ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. UPനെ കമ്പയർ ചെയ്യുമ്പോൾ UP വളരെ സിമ്പിളും ആയിരുന്നു. പക്ഷെ LPയുടെ മാത്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് കണ്ടന്റ് അത് എങ്ങനെ പഠിക്കണം, എങ്ങനെ നമ്മളത് ആ ഒരു സബ്ജക്റ്റിനെ നമ്മൾ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരണം എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതായത് നമുക്ക്
മുൻപത്തെ പോലെ ക്വസ്റ്റ്യൻ ടു ദ ആൻസർ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ. അപ്പൊ നമ്മൾ കൺസെപ്റ്റ് അറിഞ്ഞ് തന്നെ പഠിക്കണം. അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തു, അതിന്റെ ഷോർട്ട് കട്ട് മാത്രം നമ്മൾ അറിഞ്ഞത് കൊണ്ട് കാര്യമില്ല. എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു തന്നെ പഠിക്കണം. കാരണം മറ്റുള്ള എക്സാമുകളെ പോലെയല്ല ഈ എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മളവിടെ ചെല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡെപ്തിലുള്ള ഒരു നോളേജ് തന്നെ വേണം. അപ്പോൾ കൺസെപ്റ്റ് തറോ ആക്കിയിട്ടാണ് മാത്സ് പഠിക്കേണ്ടത്. ഇനി മാത്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ പലരും വീഡിയോ ക്ലാസ്സസ് കാണും, അപ്പോൾ നോട്ടൊക്കെ അത് നോക്കി എഴുതിയെടുക്കും. പക്ഷെ അതിനുശേഷം ഒരു പ്രാക്ടീസ് ഉണ്ടായിരിക്കില്ല. പഠിച്ചു, അതവിടെ വിട്ടു, പിന്നെ അടുത്ത ദിവസം അടുത്ത ടോപ്പിക്ക് പഠിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സിലബസിൽ വരുന്നത് ഭിന്നസംഖ്യകള്, ദശാംശ സംഖ്യകള്, അതുപോലെ തന്നെ പലിശ വരുന്നുണ്ട്, ജാമിതി വരുന്നുണ്ട്, സ്ഥിതിവിവര കണക്കുകൾ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സമയം, ദൂരം, വേഗത, ദൂരം, സമയം, ജോലി, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് നമ്മുടെ LPSAയുടെ സിലബസിനകത്ത് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പിന്നെ ഒരു ടോപ്പിക്ക് പഠിച്ചു, ഭിന്നസംഖ്യ പഠിച്ചു. നാളെ പോയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് പഠിച്ചു. ഇപ്പൊ ഭിന്നസംഖ്യ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ തൊട്ടടുത്ത ദിവസം നമ്മൾ പുതിയ കണ്ടന്റ് ആണ് പഠിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യം പഠിച്ചത് മറന്നു പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. മാത്സ് എന്ന് പറയുമ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്കത് മെമ്മറിയിൽ നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ SCERT ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ SCERT ബേസ്ഡ് ആയിട്ട് ഇപ്പം നിങ്ങൾ ഭിന്നസംഖ്യ എന്നുള്ളൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ഭിന്നസംഖ്യ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയൊക്കെ വരുന്നുണ്ട് ആ കണ്ടന്റും കൂടെ ചേർത്ത് വേണം പഠിക്കാനായിട്ട്. ഇപ്പൊ നമുക്കറിയാം സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലോ ആണ് നമ്മൾ ഭിന്നസംഖ്യ പഠിക്കുന്നത്, കുട്ടികൾ പഠിക്കുന്നതെങ്കിൽ ആ ഒരു രീതി, ആ ഒരു SCERT ബുക്കും കൂടെ വെച്ച് പഠിക്കുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബേസിക്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം സംഖ്യകൾ പഠിക്കുന്നു, ദെൻ ഭിന്നസംഖ്യ, ദശാംശസംഖ്യ, അങ്ങനെ പിന്നെയാണ് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. നമുക്കറിയാം നമ്മൾ എല്ലാവരും കണ്ടന്റ് പഠിക്കും, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. കുറേ വർഷങ്ങളായി നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് LPSA അല്ലെങ്കിൽ വേറെ പല എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മൾ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യില്ല. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു 1.5 മണിക്കൂർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്ക് അറിയാതെ പോകും. അതുകൊണ്ട് തന്നെ പലരും എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വായിച്ചു നോക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന് പറയും. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എക്സാമുമായിട്ട് ആ ഒരു ബന്ധമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എഴുതി ഒരു ഫിക്സഡ് ടൈം വെച്ച്, ആ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. മേജർ ഈ ഒരു പ്രോബ്ലം വരുന്നത് എവിടെയാണ്? നമ്മുടെ മാത്സ് പാർട്ടിലാണ് എപ്പോഴും വരുന്നത്. മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സ് കാണുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ അവിടെ പിടിച്ചിരിക്കും. നമുക്ക് ഈ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞ ആ ഒരു കൃത്യസമയത്തിനുള്ളിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 1 മിനിറ്റിൽ താഴെ മാത്രമേ സമയം എടുക്കാൻ പാടുള്ളൂ. 1 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് മാക്സിമം ആണ്. അത്രയും നമ്മൾ ടൈം എടുക്കാൻ പാടില്ല. അപ്പൊ പക്ഷേ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിൽ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നുണ്ടാവാം, അത് വായിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അങ്ങനെ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് വരും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാത്സിന്റെ പാർട്ട് നമുക്ക് പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ GK ആണെങ്കിലും സയൻസ് ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് നമ്മൾ പഠിച്ച കാര്യത്തെ റിലേറ്റ് ചെയ്ത് ഏത് ഇതിൽ വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ മാത്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചു വെച്ചു, നിങ്ങൾക്ക് കൺസെപ്റ്റ് തറോ ആണ്, ഇത് ഇന്നതാണ് കൺസെപ്റ്റ്, ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഷുവർ ആയിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാർക്ക് കൂടിയാണ്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് ആ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ കൃത്യമായിട്ട് വേണം മാത്സിന്റെ പാർട്ടൊക്കെ പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ ആദ്യം പോയിട്ട് നിങ്ങൾ പലിശയും അതുപോലെ തന്നെ ലാഭവും നഷ്ടവും ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മാത്സ് ഒരു ബേസ് സ്ട്രോങ് അല്ലാത്ത ഒരാൾ ആദ്യം പോയിട്ട് പ്രോഫിറ്റും ലോസും അതുപോലെ തന്നെ ലാഭം നഷ്ടം, പ്രോഫിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ലാഭവും നഷ്ടവും അതുപോലെ തന്നെ ട്രെയിനിന്റെ കണക്കുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു മടുപ്പ് വരും. അയ്യോ ഇത്രയും ഡിഫിക്കൽട്ടാണ്, എനിക്കിത് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പറ്റാത്തത്? അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. എപ്പോഴും പഠിക്കുന്ന സമയത്ത് ആ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ആദ്യം സംഖ്യകൾ എന്താണ്, സംഖ്യകളെക്കുറിച്ചുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, അതുമായി കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾ ഭിന്നസംഖ്യ പഠിക്കുക, ദശാംശ സംഖ്യ പഠിക്കുക, പിന്നെ ശതമാനം, അങ്ങനെയാണ് പഠിക്കേണ്ടത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് അവസാനത്തിലേക്ക് എത്തുന്ന രീതി, അതായത് അതിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അല്ലാതെ ആദ്യം പോയിട്ട് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോടൊരു വെറുപ്പ് വരും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല, നമ്മളൊരു കോൺഫിഡൻസിനെ തന്നെ അത് ബാധിക്കും. അപ്പം സംഖ്യകളിൽ നിന്ന് തുടങ്ങി അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, SCERTയും കൂടെ വെച്ചിട്ട് വേണം പഠിക്കാൻ. നമ്മളുടെ സിലബസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എപ്പോഴും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ഒരു സിലബസിന്റെ ഹാർഡ് കോപ്പി ഉണ്ടായിരിക്കണം. നമ്മൾ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കുന്നു, ഒപ്പം അതിനകത്ത് മാർക്ക് ചെയ്ത് പോകണം, ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തത്, ഇനി ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ആ മാത്സിന്റെ പാർട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ കണ്ടന്റുകളൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം അതുമായിട്ടുള്ള SCERTയുടെ ചാപ്റ്റേഴ്സ് കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനൊപ്പം രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് വേണം പഠിക്കാനായിട്ട്. അതായത് ഭിന്നസംഖ്യ എന്നുള്ളൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ എവിടെയൊക്കെ ഭിന്നസംഖ്യ വരുന്നുണ്ടോ അതെല്ലാം പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോവാനായിട്ട്. അപ്പോൾ LPSA കഴിഞ്ഞ ജനറൽ നോട്ടിഫിക്കേഷനിൽ പലർക്കും പഠിക്കുന്നതിലും പല കാര്യങ്ങളിലും പാളിച്ചകൾ വന്നിട്ടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ മുന്നിലുള്ള അവസരമാണ് ഇപ്പോൾ NCA നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ കോഴ്സുകൾ എന്ന് പറയുന്നത് എപ്പോഴും ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ LPSAയുടെ എക്സാമിനൊക്കെ ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. LPSA എന്ന് മാത്രമല്ല, LPSAക്കും UPSAക്കും ഒക്കെ വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളൊരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു നമ്മളുടെ ഉണ്ടായിരുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ എല്ലാ ടോപ്പിക്കിനും എല്ലാ കണ്ടന്റിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, അതായത് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉണ്ടെന്ന് നമുക്കറിയാം. സയൻസ് പഠിക്കണം, GK ഉണ്ട്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, സൈക്കോളജി, എല്ലാത്തിനും പ്രാധാന്യം കൊടുത്ത് ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്, ഫോക്കസ് ഏരിയകളെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു. അതുപോലെ തന്നെ ഡെയിലി വർക്കൗട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് അന്ന് എന്തെല്ലാം ടോപ്പിക്ക് പഠിക്കുന്നുണ്ടോ, കണ്ടന്റ് പഠിക്കുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം അതാത് ദിവസങ്ങളിൽ കണ്ടക്ട് ചെയ്തിരുന്നു. ഒപ്പം റിവിഷൻ എക്സാമുകൾ, ഓരോ വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും റിവിഷൻ എക്സാമുകൾ, അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ അടുപ്പിച്ചാവുമ്പോഴത്തേനും നമ്മുടെ റിവിഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ മോഡൽ എക്സാമുകൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എത്രത്തോളം പഠിച്ചു. അതുപോലെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും ഈ മോഡൽ എക്സാമിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പൊസിഷൻ എവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് എവിടേക്കാണ് ഡിഫക്റ്റ്, ഏതൊക്കെ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 4 ആണ്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് ഇനി അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞ് കൺഫർമേഷൻ കൊടുക്കാൻ സമയമാവട്ടെ, അങ്ങനെയൊന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കരുത്. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു, ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അതും ഒരു ടൈം ടേബിൾ വെച്ച് തന്നെയാണ് പഠിക്കേണ്ടത്. നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡേയിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആദ്യമേ തരും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒപ്പം ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് സെഷൻസിൽ നമ്മൾ കൂടുതലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മെൻറ്റർ സപ്പോർട്ടും കൂടെ ഉണ്ടായിരിക്കും. ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടായി നിങ്ങൾക്ക് ഏത് ഡൗട്ട്, ഏത് സബ്ജക്റ്റിലാണോ ഡൗട്ട് വരുന്നത് ആ ഡൗട്ട്സ് നിങ്ങൾക്ക് മെൻറ്ററിനോട് ചോദിക്കാം. മെൻറ്റർ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ LPSAയുടെ ജനറൽ നോട്ടിഫിക്കേഷൻ എക്സാമിൽ നമ്മളുടെ മെറ്റീരിയൽസിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ LPSA നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പം നോട്ടിഫിക്കേഷനൊക്കെ വന്നു, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം ഇനി നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്